ഹലോ ഗായ്സ്, എന്നൊരു ടാസ്ക് ആണ്. ഇന്ന് വീട്ടിലോട്ട് പോകുന്നത് ഫുൾ പ്രിയദർശിനിയിലായിരിക്കണം എന്നുള്ളൊരു ടാസ്ക്. അപ്പോൾ മഴയാണ്, രാവിലെ തന്നെ മഴയത്തിങ്ങനെ അഴിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ബസ് എവിടെയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 8:20 താഴെ എത്തി. ആദ്യത്തെ പ്രൈവറ്റ് ബസ് പോയി. നമ്മുടെ ബസ് ഇപ്പോൾ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ടാസ്ക് നമ്മൾ വൃത്തിയായി പൂർത്തീകരിക്കുന്നതായിരിക്കും. നമ്മുടെ ബസ് വന്നു ഗായ്സ്. കറക്റ്റ് ടൈമിന് തീരെ ലാഗ് ആക്കിയിട്ടില്ല. നീ എല്ലാ ബസ്സും അതുപോലെ കിട്ടട്ടെ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബസ് ടിക്കറ്റ് ഗായ്സ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് അറ്റംപ്റ്റ് കറക്റ്റായി വന്നിറങ്ങിയ ഉടനെ നമ്മൾ പ്രിയദർശിനി ബസ് കിട്ടി. അടുത്ത ആയൂരേക്കുള്ള യാത്രയാണ്. പിന്നെ നമുക്ക് ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത ബസ്സും കിട്ടി. നമ്മൾ ആയൂർ സ്റ്റാൻഡ് വന്നിറങ്ങി. ഇതിലാണ് വന്ന ബസ്. ഇത് അടുത്ത് പോകാനുള്ള ബസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയെല്ലാം സക്സസ്ഫുള്ളായി. അപ്പോൾ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് നെടുമ കടന്ന് കാട്ടാക്കട ബസ്സിലൂടെ ഗായ്സ്. അപ്പോൾ നമ്മളിത് ഫൈനൽ ഡെസ്റ്റിനി എത്തി. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ള് KSRTC പ്രിയദർശിനി ബസ്സിൽ നമ്മൾ പുത്തൂർ തൊട്ടതാ ഇവിടെ നെടുമങ്ങാട് വരെ ഒന്ന് എത്തിയിട്ടുണ്ട്. 4 ബസ് മാറിക്കയറിയെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റി. അപ്പം നമ്മുടെ ഫൈനൽ ടിക്കറ്റും കിട്ടി ഗായ്സ്. ടാസ്ക് കംപ്ലീറ്റഡ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ചാലഞ്ചായിരുന്നു. നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ തന്നെ എവിടെ പുത്തൂർ ടു കാട്ടാക്കട വരിക എന്നുള്ളത്. അപ്പോൾ ആ ചാലഞ്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റായി. ഞങ്ങൾ താഴെ വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ബസ് കിട്ടി. അടുത്ത സെക്കൻഡ് ബസ്, തേർഡ് ബസ് ആൻഡ് ഫോർത്ത് ബസ്. അപ്പോൾ 4ാമത്തെ ബസ്സിൽ നമ്മളിരിക്കുവാണ്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരിയുണ്ട്. ആളുടെ മുഖം കാണിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. എന്നിരുന്നാലും ഇന്നത്തെ യാത്ര കംപ്ലീറ്റഡ്. ചാലഞ്ച് കംപ്ലീറ്റഡ് ഗൈസ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെ അവലോകനം നോക്കിയാലോ. ഫസ്റ്റ് ടിക്കറ്റ് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ സെക്കൻഡ് ഇതൊന്നും എടുത്ത് കാണിക്കും. ഇത് അത് തന്നെ കാണിക്കും. സെക്കൻഡ് ടിക്കറ്റ്, 3ാമത്തത് ആൻഡ് 4ാമത്തെ ടിക്കറ്റ്. അങ്ങനെ എൻ്റെ ടാസ്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. താങ്ക്സ് ടു അവർ ഗവൺമെൻറ് ഓൾസോ. കേരളത്തിലെ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കി കൊടുത്ത കേരള ഗവൺമെൻറ്റിനും നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് എൻ്റെ അഭിനന്ദനങ്ങളും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ.